ഈശ്വംസിയേക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പിൽ നിന്ന് നമ്മൾ നടത്തിയിരുന്ന ധ്യാനങ്ങൾ 2 ദിവസമായിട്ട് നമുക്ക് വിചിന്തനം നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല. ചെസ്റ്റ് ഇൻഫെക്ഷൻ മൂലം, അതുപോലെ തന്നെ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സ്വരം നഷ്ടപ്പെട്ടതും, പിന്നെ കഴിച്ചിരുന്ന മരുന്നിൻ്റെ ശക്തി കാരണം ഉറങ്ങിപ്പോയതൊക്കെ അതിന് കാരണമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളത് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ഏപ്രിൽ 7 ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടിയിട്ട് ഇനി തുടർന്നുള്ള ദിനങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് ആദ്യ വെള്ളിയാഴ്ച, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദിവസമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ച ദൈവിക രഹസ്യം നമ്മൾ ഓർമ്മിക്കുകയാണ്. മനുഷ്യവംശത്തിൽ നിന്നുള്ള ഏറ്റവും പൂർണ്ണതയുള്ള സമർപ്പണം ദൈവത്തിന് നൽകപ്പെടുകയാണ്. ദൈവം തന്നെ നൽകിയ ആ ദാനം ദൈവത്തിന് തന്നെ തിരികെ നൽകുന്നു. ഇസ്രായേലിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ ഇതിൻ്റെ ഒരു ദൃഷ്ടാന്തം, ഒരു ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തിന് ദൈവം നൽകിയ കുഞ്ഞാടിനെ അബ്രാഹം ഇസ്ഹാക്കിന് പകരമായിട്ട് ബലി നൽകുകയാണ്. തൻ്റെ ജനതയ്ക്ക് പകരമായിട്ട് ദൈവം തന്നെ നൽകിയ സമ്മാനത്തെ, ദൈവം തന്നെ നൽകിയ കുഞ്ഞാടിനെ തിരികെ നൽകുന്ന അബ്രാഹാം ഈ ജനതയുടെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധ യോസേപ്പിലൂടെയും നമ്മൾ ദൈവം തന്നെ ദാനമായി തന്ന അവിടുത്തെ പുത്രനെ തിരികെ നൽകുന്നതിലൂടെ ദൈവത്തിൻ്റെ കരുണ ലോകം മുഴുവനു വേണ്ടി യാചിക്കുന്ന ആ ഒരു വലിയ രഹസ്യം ഇന്നത്തെ തിരുനാളിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് സമർപ്പിതരുടെ ദിവസം കൂടിയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടവരാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നുചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 1690 സന്ദേശം. എൻ്റെ മകളെ, എനിക്ക് ആത്മാക്കളെ തരിക. എൻ്റെ കരുണയിൽ ശരണപ്പെടാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയാലും പരിത്യാഗത്താലും എനിക്ക് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുക. അത് നിന്റെ ദൗത്യമാണെന്ന് നീ മനസ്സിലാക്കുക. പരിത്യാഗത്താലും പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടാനായിട്ട് എങ്ങനെയാണ് നമുക്ക് ആത്മാക്കളെ നേടിയെടുക്കാൻ സാധിക്കുക? സ്നേഹത്തെ ആകർഷിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവം സ്നേഹമാകുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ സ്നേഹം ദൈവമാകുന്ന സ്നേഹത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവമാകുന്ന സ്നേഹത്തിന് കുടികൊള്ളുവാൻ മനുഷ്യൻ്റെ ഹൃദയം സ്നേഹമാവേണ്ടത് ഒരാവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ, നിങ്ങളെ കഴിഞ്ഞും അധികമായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ നിങ്ങളിലേക്ക് ഞങ്ങൾ വന്ന് വസിക്കുമെന്ന് പരിശുദ്ധ ത്രിത്വം തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ്, അതുതന്നെയാണ് ഇവിടെയും ഓർമ്മിപ്പിക്കുക. ഒരു മനുഷ്യന് വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി പരിത്യാഗവും ത്യാഗത്തോടെയും പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും ഒക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ അവിടെ സ്നേഹം നിറയുന്ന അവസ്ഥയാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു നിലത്തേക്കാണ്, ഒരിടത്തേക്കാണ് ദൈവമാകുന്ന സ്നേഹത്തിന് വന്ന് വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവ കരുണ മനുഷ്യാവതാരം ചെയ്യുന്നത് ഇങ്ങനത്തെ സാഹചര്യത്തിലാണ്. തെറ്റിദ്ധരിക്കേണ്ട, ദൈവകരുണ മനുഷ്യനിലേക്ക് ആവസിക്കുന്നത് ഇങ്ങനത്തെ സാഹചര്യത്തിലാണ്. എവിടെയാണ്? സ്നേഹം ആയിരിക്കുമ്പോൾ, കരുണ ആയിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് പറയുക. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടുമെന്ന് പറയുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുള്ള ആത്മാക്കളെ നേടിയെടുക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് അവരിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, നമ്മൾ സ്നേഹമായിരിക്കുമ്പോൾ ആകർഷിക്കപ്പെടുന്നതുകൊണ്ടാണ്. നമ്മൾ സ്നേഹമായിരിക്കുമ്പോൾ അവർക്ക് കൂടി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമുക്കുള്ള ആ ഒരു മധ്യസ്ഥതയുടെ വിളി നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് അവിടുത്തെ കരുണ സ്വീകരിക്കുന്നതിനും, കരുണ പ്രഘോഷിക്കുന്നതിനും, കരുണ ആഘോഷിക്കുന്നതിനും, കരുണ പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഉള്ള സഹോദരങ്ങളെ നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.